ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 13 ശ്ലോകം 9. ത്വജിച്ഛന്ദോ രോമ സ്വപികുശഗണ ചക്ഷുഷി ഹൃദം ചതുർഹോദാരോഘ്രൗ സൃഗഭിവദനേ ചോദര ഇധാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ചമസ വിഭോ സോമോ വീര്യം വരദകളദേശേ പിബസദാ. അല്ലയോ പരമാത്മസ്വരൂപിയായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ത്വക്ക് ഛന്ദസ്സുകളാകുന്നു, രോമങ്ങളിലാകട്ടെ ദർഭസമൂഹം, ചക്ഷുസിൽ ഹൃദം, കാലുകളിലാകട്ടെ 4 ഹോതാക്കൾ, മുഖത്തിൽ സ്രുവം, ഉദരത്തിൽ പുരോടാശം വയ്ക്കുന്ന പാത്രം, ജിഹ്വയിൽ സോമരസം വയ്ക്കുന്ന പാത്രം, സ്തോത്രത്തിൽ ഹുതശേഷം വയ്ക്കുന്ന പാത്രം എന്നിങ്ങനെയും അങ്ങയുടെ രേതസ് സോമരസവുമാണ്. വരപ്രദനായ ഭഗവാൻ, അങ്ങയുടെ കണ്ഠപ്രദേശത്തു ഉപസത്തുക്കൾ എന്ന പേരിലുള്ള ഇഷ്ടികർമ്മങ്ങളുമാകുന്നു. യാഗത്തിലെ അംഗങ്ങളെ ഭഗവാന്റെ ഓരോ അവയവമായി കണ്ടിട്ടാണ് ഋഷിമാർ ഭഗവാനെ സ്തുതിച്ചത്. അങ്ങനെ ഭഗവാൻ യജ്ഞസ്വരൂപിയായതിനാൽ യജ്ഞവരാഹമൂർത്തി എന്ന് പ്രസിദ്ധനായി. യജ്ഞവരാഹസ്വരൂപിയായ പൊന്നു ഭഗവാനെ എല്ലാവരും കീർത്തിക്കുക, എല്ലാവരും നമസ്കരിക്കുക. എപ്പോഴൊക്കെ നമ്മൾക്ക് നിലതെറ്റി എന്ന് തോന്നുന്നുവോ അപ്പോഴൊക്കെ നമ്മളെ ഉയർത്താനായിട്ട് ആ പൊന്നു ഭഗവാനെ സ്മരിക്കുക. ആ പൊന്നു ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.